നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഞാൻ അമ്പലത്തിൽ വന്നു കേട്ടോ. ഇന്ന് എന്തായാലും ഉറപ്പായിട്ട് അമ്പലത്തിൽ വരണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കലണ്ടറൊക്കെ നോക്കിയപ്പോഴാണ് ഇന്ന് ആയില്യമാണെന്ന് മനസ്സിലായത്. ഇടയ്ക്ക് ആയില്യം ദിവസങ്ങളിൽ ഞാൻ സ്ഥിരം പോവുമായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആയില്യൊന്നും കൂടി കണ്ടപ്പോൾ പതിയെ അമ്പലത്തിലേക്ക് ഇറങ്ങി. കാരണം വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി ഇറങ്ങുമ്പോഴേക്കും ഒരു സമയമാവും കേട്ടോ. അപ്പോൾ അമ്പലമെല്ലാം അടച്ചിട്ട് അടുത്ത് വൈകുന്നേരം തുറക്കാനുള്ള സമയമാവും. അതുകൊണ്ടാണ് അമ്പലത്തിൽ പോക്ക് അങ്ങനെ നടക്കാത്തത്. ഇന്ന് ആയില്യം ആയതുകൊണ്ട് അമ്പലങ്ങളൊക്കെ വളരെ പതുക്കെ ഇന്ന് അടയ്ക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ 10 മണിയായി ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും. അങ്ങനെ വന്നു, ഭഗവാനെ തൊഴുതു, ആയില്യത്തിനെല്ലാം കൊടുത്തിട്ട് കുറച്ച് കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു. ആ കൊറിയറെല്ലാം നമ്മുടെ DTDC കൊണ്ടുവന്നു കൊറിയർ ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ DTDC കൊടുത്തു, ബാക്കി കുറച്ച് പോവാത്തത് ഹോം ഡെലിവറി DTDC ചെയ്യാത്തതെല്ലാം പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത്. പിന്നെ DTDCയിൽ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അവർ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പം വീട്ടിൽ ഹോം ഡെലിവറി എത്തിക്കാറുണ്ട് എന്ന് കാണിക്കും. പക്ഷെ അവർ കൊണ്ടു കൊടുക്കുന്ന മടി കരുതി നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറയും ഇല്ല വന്ന് വാങ്ങണമെന്ന് പറയും. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോം ഡെലിവറി ചെയ്തില്ലെങ്കിൽ എന്നോട് പറയും. ചിലർ പറയത്തില്ല, ചിലർ ഡയറക്റ്റ് ചെന്ന് വാങ്ങിക്കും. അതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ ചെന്ന് വാങ്ങും. ചിലർ വിളിച്ച് പറയുമ്പോൾ നമ്മളത് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ വസ്ത്രയിൽ നിന്ന് വാങ്ങുന്ന സാരികളെല്ലാം ഹോം ഡെലിവറിയാണ്. 3 to 4 വർക്കിംഗ് ഓർഡർ ചെയ്ത് 3 to 4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് വീട്ടിലെത്തും കേട്ടോ. പ്രീ ബുക്കിംഗ് ആണെങ്കിൽ ഒരു 1 വീക്ക് താമസം ഉണ്ടാവും, അത്രേ ഉണ്ടാകത്തുള്ളൂ. ശരി, അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ നെട്ടയം വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മ ഇന്ന് കോഴിയെ നിർത്തിപ്പൊരിച്ച് നിറച്ചെടുക്കാനൊക്കെ പോകും കേട്ടോ. കോഴി നിറച്ചത് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് അമ്മയുടെ സത്യം പറഞ്ഞ ഒരു സിഗ്നേച്ചർ ഐറ്റമാണ്. ഇപ്പോൾ കുറേ നാളായി അമ്മ ഉണ്ടാക്കിയിട്ട്. വേറെ ഒന്നുമില്ല കേട്ടോ, അമ്മയെ കൊണ്ട് പഴയതുപോലെ അങ്ങനെ നിന്നുകൊണ്ടൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അമ്മ മടിക്കുന്നത്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും 34ാമത് വിവാഹ വാർഷികമാണ്. 34th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മൾ രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ഉച്ചയ്ക്ക് അച്ഛൻ പറഞ്ഞ് പഴയടം രുചിയിൽ പോയി ഒരു സദ്യ കഴിക്കാം, വൈകുന്നേരം കോഴിയെ വാങ്ങിച്ച് വയ്ക്കാം, അല്ല എങ്കിൽ ചട്നി മാമിയിൽ പോയി നമ്മുടെ ബാഹുബലി ദോശയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. ചട്നി മാമിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴേ വേദയുടെ മുഖം അങ്ങ് വാടി. അതിനെക്കാട്ടി നല്ലത് ചിക്കൻ വയ്ക്കുന്നതല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ശരി, വേദയുടെ ഇഷ്ടം പോലെ ചിക്കൻ വയ്ക്കാമെന്ന് കരുതിയിട്ട് അമ്മ പറഞ്ഞു ഈ കോഴിയെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് വന്നാൽ മതി, ഡ്രസ്സ് ചെയ്ത് വാങ്ങിച്ചിട്ട് വന്നാൽ മതി, കട്ട് ചെയ്യേണ്ട, മുഴുവനെ വെച്ച് നമുക്ക് പൊരിച്ചെടുക്കാം, വറുത്തെടുക്കാം, നിറച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോഴിയെ വാങ്ങിച്ചുകൊണ്ട് വന്നതിനെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അച്ഛനും അമ്മയും കൂടി റെഡിയായി ഇറങ്ങി. ആറ്റുകാൽ പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു ഞാൻ ഈ കോഴിയൊക്കെ പിടിച്ചിട്ട് ഞാനിനി വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ആറ്റുകാലൊന്നും പോയില്ല, നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ആറ്റുകാൽ അമ്പലം 12-12:30 മണി വരെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ ശരി ആറ്റുകാൽ പോകണ്ട, നേരെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് കരുതി. എന്ത് സന്തോഷത്തിലാണെന്ന് നോക്കി. എല്ലാ വീട്ടിലെ പോലെ അച്ഛനും അമ്മയൊക്കെ നല്ലതായിട്ട് വഴക്കൊക്കെ കൂടാറുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഒരു സന്തോഷത്തോടെ 34 വർഷം പിന്നിട്ട് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് എനിക്ക് 34 വയസ്സൊന്നുമില്ല കേട്ടോ. ഞാൻ പറയൂല എൻ്റെ വയസ്സ്, എന്തായാലും 30 പക്ഷേ ഗായ്സ് എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് 30 കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് പറ്റുന്നില്ല ഗൈസ്, പറ്റുന്നില്ല. അത് 30 കഴിയുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. അതെന്തോ ആയിക്കോട്ടെ, അത് വിട്ടേക്കാം. എന്നിട്ട് നമ്മൾ നേരെ പഴയടം രുചിയിൽ വന്നു. ഒപ്പം ജീമയും സച്ചിനും ഉണ്ട്. ഞങ്ങൾ നമ്മുടെ കാറിൽ വന്നു, അവരുടെ കാറിൽ വരികയാണ്. അവർ ഞങ്ങൾക്ക് മുന്നേ ഇറങ്ങിയതാണ്, ഇതുവരെ കണ്ടില്ല. അങ്ങനെ അവരെ നോക്കി പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ് ഞാനും അച്ഛനും അമ്മയും കൂടി. അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ചേച്ചി പറഞ്ഞു അകത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അകത്ത് കയറി കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും അവർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മുന്നേ ഇറങ്ങിയവരാണ്, ഇങ്ങോട്ടേക്ക് പോകുന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞങ്ങൾ ഇപ്പുറം വഴി പൂജപ്പുര വഴിയൊക്കെ വന്നു, അവർ എടപ്പഴങ്ങി വഴി വന്നു. അപ്പോൾ കുറച്ച് ബ്ലോക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം നിന്നപ്പോഴേക്കും ചീമയും സച്ചിനും ഒക്കെ വന്നു. നേരെ ടോക്കൺ എടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇവിടെ ഒരു സദ്യക്ക് റേറ്റ് എന്ന് പറയുന്നത് 280 രൂപയാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് മദേഴ്സ് ബീച്ച് പ്ലാസയാണ് സദ്യക്ക് കേമൻ എന്ന് പറയുന്നു. 365 ദിവസവും സദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഫേമസ് ആട്ടോ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു അവിടത്തെ കാട്ടി നല്ലൊരു സദ്യ ഈ പഴയടം രുചിയിൽ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് മദേഴ്സ് വെജ് പ്ലാസയിലെ സദ്യ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം, ഞാൻ എൻ്റെ ഇഷ്ടം മാത്രം പറഞ്ഞേ ഉള്ളൂ എന്ന് കരുതി നിങ്ങൾ മദേഴ്സ് വെജ് പ്ലാസയിൽ പോയി കഴിക്കണ്ട എന്നല്ല പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരു ഇഷ്ടം പറഞ്ഞു. പക്ഷേ എനിക്ക് ഇവിടുത്തെ സദ്യ, പഴയടം രുചിയിലെ സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സാധനങ്ങളും നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ വയ്ക്കുന്നത്. അച്ചാറൊക്കെ ആണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒന്ന് നക്കാൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇത് പക്ഷേ നല്ല ക്വാണ്ടിറ്റിയിൽ കറികൾ വയ്ക്കും പോലെ തന്നെയാണ് അച്ചാറുകളെല്ലാം വയ്ക്കുന്നത്. പരിപ്പ് വട, ഉഴുന്ന് വട, ഉപ്പ്, മുളക്, വറുത്ത മുളക്, പപ്പടം, എന്ത് സാധനങ്ങൾ വീണ്ടും ചോദിച്ചാലും വീണ്ടും തരും കേട്ടോ.
ഇഞ്ചി അച്ചാർ ഞാൻ കഴിക്കുന്നതേ അല്ല, വീട്ടിൽ അമ്മ വെച്ചാൽ പോലും കഴിക്കുന്നതല്ല. പക്ഷെ അതിൻ്റെ സ്വാദ് അസാധ്യ സ്വാദായിരുന്നു കേട്ടോ. ഇഞ്ചി, നാരങ്ങ, മാങ്ങ ഇതെല്ലാം വീട്ടിൽ വയ്ക്കുന്ന അതേ സ്വാദിൽ പച്ചടി, കിച്ചടി, മധുരക്കറി, അവിയൽ, തോരൻ, ഒരു ഉപ്പേരി, പിന്നെ ഓലൻ, പരിപ്പ്, നെയ്യ്, പപ്പടം, സാമ്പാർ, പിന്നെ അടപ്പായസം, ഗോതമ്പ് പായസം, പാൽപ്പായസം വിത്ത് ബോളി, പിന്നെ മോര്, രസം എല്ലാം ഉണ്ടായിരുന്നു. ഇതിൽ അടപ്പായസം മാത്രം ലേശം മധുരം കൂടിപ്പോയി കേട്ടോ. ബാക്കിയെല്ലാം മധുരമൊക്കെ കറക്റ്റായിരുന്നു, സൂപ്പറായിരുന്നു. അടപ്പായസം സൂപ്പറായിരുന്നു, ലേശം മധുരം കൂടിപ്പോയി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ഗംഭീര സദ്യ അച്ഛൻ വാങ്ങിച്ചു തന്നു, സത്യം കേട്ടോ. ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ, ബർത്ത്ഡേ, പിന്നെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ ഇതുപോലെ നമ്മൾ കിടന്ന് കഷ്ടപ്പെടാതെ ഇവിടെ വന്ന് കഴിക്കാം. പിന്നെ ഓണം വിഷു ഒക്കെ വരുമ്പോൾ അത് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് കഴിച്ചാലേ കൊള്ളാവൂ, അതൊരു പ്രത്യേക സന്തോഷം. പക്ഷേ അസാധ്യ ടേസ്റ്റോടെ നമ്മൾ ഊണെല്ലാം കഴിച്ച് എല്ലാവരും കറങ്ങി നിൽക്കുകയാണ് കേട്ടോ. വയറ് നിറങ്ങി കിറങ്ങി കറങ്ങി നിൽക്കുകയാണ്. അപ്പോഴേക്കും വേദയ്ക്ക് പാൽപ്പായസവും ബോളിയും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പാൽപ്പായസവും ബോളിയും ഉള്ളതുകൊണ്ട് ഒരു പാൽപ്പായസവും ബോളിയും പാഴ്സൽ വാങ്ങാനായിട്ട് നിന്നു. അങ്ങനെ പാഴ്സലെല്ലാം വാങ്ങിയിട്ട് നേരെ നമ്മൾ എൻ്റെ വീട്ടിൽ പോയി കേട്ടോ, തിരുമല വീട്ടിൽ പോയി. കാരണം വേദയും വിളിച്ചുകൊണ്ട് ഇനി നേരെ നെട്ടയത്തേക്ക് പോകാമെന്ന് കരുതി. വേദയെ വിടാനുള്ള സമയമായി, സ്കൂളിൽ വിടാനുള്ള സമയമായി. അപ്പോൾ പിന്നെ ഞാൻ ഇനി നെട്ടയത്തവരെ കൊണ്ടാക്കിയിട്ട് വീണ്ടും വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് നേരെ തിരുമല വീട്ടിൽ പോയി. പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞു ഷോപ്പിംഗ് അച്ഛനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ കുന്നിൽ കയറിയെല്ലാം വാങ്ങി. സാധനങ്ങളെല്ലാം വാങ്ങിയ ശേഷം നേരെ നമ്മുടെ തിരുമല വീട്ടിൽ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വേദ എത്തി കേട്ടോ. വേദ എത്തിയ പാടെ വേദയ്ക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടാണ് പോയത്. ആ ഐസ്ക്രീമും എല്ലാം കഴിച്ചുകൊണ്ട് നേരെ നമ്മൾ തിരുമല വീട്ടിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഞായറാഴ്ച വൈകിട്ട് ഇങ്ങനെ തിരിച്ച് വരാമെന്നൊക്കെ പറഞ്ഞ് നിന്നതാണ്. പക്ഷേ ഈ വെഡിങ് ആനിവേഴ്സറി കിടന്ന് കറങ്ങിയത് കൊണ്ടാണ് ഇന്ന് വീണ്ടും പോയത് കേട്ടോ. ചട്നി മാമിയിലൊക്കെ പോകാമെന്നും പറഞ്ഞൊക്കെ നിന്നതാണ്. അപ്പോഴാണ് വേദ ചിക്കൻ കിടന്ന് പിടിച്ചത്. പിന്നെ വന്ന് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ സദ്യ കഴിച്ചിട്ട് റെസ്റ്റ് അങ്ങോട്ട് സുഖമായില്ല. നമ്മുടെ വീട്ടിൽ വന്ന് കിടന്നൊന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ ശരിയാണ് കേട്ടോ. ഉറങ്ങാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോഴേക്കും വേദ വന്നു. അവിടെ നേരെ ഇങ്ങി വന്നപ്പോഴേക്കും 3-3:30 പിന്നെ ഉറക്കമൊക്കെ പോയെങ്കിലും ആ സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണം നന്നായിട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. സത്യം എല്ലാം കൂടി കഴിച്ച് കുടിച്ച് പായസമൊക്കെ കുടിച്ച് മത്ത് പിടിച്ച് കറങ്ങി നടക്കുമായിരുന്നല്ല. പിന്നെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവല്ലോ എന്ന് കരുതിയിട്ട് അമ്മ ഒരു 4 മണി 4:30 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ആ പുരട്ടി വെച്ച മുഴുവൻ ചിക്കനില്ലേ, ആദ്യം അതിനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിങ്ങനെ വറുക്കാനായിട്ട് ഇടാണേ. ചിക്കൻ്റെ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മുരിച്ചെടുക്കുക. ഒരുപാട് കരിച്ചെടുക്കണ്ട, ഒന്ന് വേവിച്ചെടുക്കുക, ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ആ ഒരു ഗ്രേവി ഒഴിച്ചെടുക്കുകയാണ്. ബാക്കി വന്നിട്ടുള്ള ചിക്കൻ്റെ മസാല ഇതിനെ മറിച്ചിട്ട ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പാടുള്ള പണിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് മടിക്കുന്നത്. പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഉണ്ടാക്കാമെന്നും പറഞ്ഞാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് മറിച്ചിടാനൊക്കെ ഒരു പാടുണ്ട്. ഒരാൾ അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 2 സ്പൂൺ കൊണ്ട് തിരിച്ചിടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് പിന്നെ അത് പ്രാക്ടിക്കൽ അല്ലായിരുന്നു. അങ്ങനെ അമ്മ ഒറ്റക്കൈ കൊണ്ട് അതിനെ മറിച്ചിട്ടപ്പോഴേക്കും അതിൻ്റെ മസാല എല്ലാം പല സ്ഥലങ്ങളിലും പോയിട്ടോ. ഇതുപോലെ അപ്പുറ സൈഡും ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരുപാട് ഫ്രൈ ആവരുത് കേട്ടോ, ഒന്ന് സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഒന്ന് പകുതി വേവിച്ചെടുത്ത ശേഷം ആ പാത്രം മാറ്റിയിട്ട് വേറൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് മസാലയൊക്കെ പ്രിപ്പയർ ചെയ്യണമായിരുന്നു കേട്ടോ. ഇത് മുട്ട പുഴുങ്ങാണ്. നമ്മുടെ കോഴി നിറച്ചതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കോഴി നിറയ്ക്കുമ്പോൾ കോഴിയുടെ വയറിൽ കരളും കൂമ്പും മുട്ടയൊക്കെ ഉണ്ടാവും. ഇതിൽ ഗേൾ കോഴിയാണ് കേട്ടോ. മുട്ട സാധാരണഗതിയിൽ 2-3 എണ്ണമൊക്കെ തള്ളി കയറ്റുന്നതാണ് അമ്മ. പക്ഷേ ഈ 4 വയറിലും സ്ഥലം ഉണ്ടായിരുന്നില്ല. സദ്യ എല്ലാം കഴിച്ച് കിറങ്ങിയിരിക്കുന്നത് കൊണ്ട് ആ ഒരു ഭംഗിക്കും ആ ഒരു പെർഫെക്ഷനും വേണ്ടിയിട്ട് അമ്മ ആകെ ഒരു മുട്ട മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ആ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണ വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് ഒന്ന് മൂപ്പിച്ച് സവോളയൊക്കെ ഇടണം കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല എന്താണെന്നുള്ളത് സാധാ മസാല തന്നെയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല. അതാണ് ആദ്യം ചിക്കൻ വറുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മസാല. ഇതിനെ കോഴിയുടെ വയറിനകത്ത് വയ്ക്കാനും പിന്നെ കുറച്ച് കോഴിക്ക് ഗ്രേവിയൊക്കെ വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് അമ്മ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചു, അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് സവോള ഇടുവേ. സവോളയും വേണമെങ്കിൽ ഒരു പച്ചമുളകൊക്കെ ഇടാം കേട്ടോ. അമ്മ മറ്റേ സാമ്പാർ മുളകുണ്ടല്ലോ അതാണ് ഇട്ടത്. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പച്ചമുളകൊക്കെ ഇടാമെങ്കിൽ ആ ഒരു ചതച്ചിട്ടെങ്കിലും 2 അരിഞ്ഞിട്ടാൽ അത് വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ കുറച്ച് സവോള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്കിട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരികയാണ്. നല്ല വഴണ്ട് വരണം.
ഇതൊക്കെ പണ്ടമ്മ സ്ഥിരം ഉണ്ടാക്കിക്കൊണ്ട് നിന്ന സാധനങ്ങളാണ് കേട്ടോ. പക്ഷേ അമ്മയ്ക്കിപ്പോൾ കാൽമുട്ടിൻ്റെ ഒരു വയ്യായികയൊക്കെ ഉള്ളതുകൊണ്ട് അധികം നേരം നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. അത് കുറച്ച് പാടുള്ള പണിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ നിന്ന് അത് ക്ഷമയോടെ ചെയ്താലേ ശരിയാവത്തുള്ളൂ. അതുകൊണ്ടാണ് അമ്മ ഇപ്പോൾ സത്യം പറയാൻ മടിക്കുന്നത് കേട്ടോ. അങ്ങനെ സവോള വഴറ്റി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ, അതായത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്ക് അതിലേക്ക് ഒരുപാട് വഴണ്ട് വരണ്ട, അതിലേക്ക് ടൊമാറ്റോ കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി ഗോൾഡൻ ബ്രൗൺ കളറാക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മസാലകൾ നമ്മൾ സാധാരണ ചിക്കൻ കറിയിൽ ഇടുന്ന മസാല തന്നെയാണ്. അതിൽ സ്പെഷ്യലായിട്ട് മസാലകളൊന്നും വേറെ ആഡ് ചെയ്യുന്നില്ല. എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മളൊരു മസാല ഷവായി ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവും. മസാല ഷവായിയുടെ ടേസ്റ്റ് അല്ല, പക്ഷെ വേറൊരു ടേസ്റ്റ് ആട്ടോ. നല്ലൊരു നമ്മളുണ്ടാക്കുന്ന ഒരു മസാലയുടെയും ചിക്കൻ വറുത്ത് വെച്ചതിൻ്റെയും എല്ലാം കൂടി ചേർന്നിട്ട് ആ വറുത്ത എണ്ണയിലൊക്കെ ഇട്ട് വഴറ്റുമ്പോൾ ഒരു പ്രത്യേക സ്വാദാട്ടോ. അങ്ങനെ ടൊമാറ്റോയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റണം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സവോള, പച്ചമുളക് വഴറ്റുക. പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് വാടി വരുമ്പോഴേക്കും ടൊമാറ്റോ കൂടി ഇട്ട് നല്ല വഴണ്ട് വരണം കേട്ടോ. നല്ലൊരു പേസ്റ്റ് പോലെ ആവണം. ടൊമാറ്റോ ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാലകൾ ഇടാം. അത് വേറൊന്നുമില്ല, സാധാരണ നമ്മൾ ചിക്കനിലിടുന്ന പോലത്തെ മസാലകൾ തന്നെയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക്, ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടല്ലോ, ചിക്കൻ പുരട്ടുന്നതിലും ഇട്ടു. അപ്പം മല്ലിപ്പൊടി കുറച്ച് കൂടുതലും മുളക് പൊടി കുറച്ചുമാണ് എടുക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൽ മുളക് പൊടിയും കുരുമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവ് നോക്കിയിട്ട് മസാലയ്ക്ക് കുറച്ച് മുളക് പൊടിയും അതിൽ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല വറുക്കുന്ന ചിക്കനിൽ. അപ്പോൾ അതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതലും ഒരുപാട് കൂടുതലല്ല, അതിൻ്റേതായ അളവിന്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഈ വഴണ്ട് വരുന്ന സവോളയിലേക്ക് ഇട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴണ്ട് എടുക്കുക. ഈ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് എല്ലാം ഒന്ന് മൂത്തൂന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതിലേക്ക് ലേശം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് നല്ലൊരു ആ ഗ്രേവി ഒന്ന് വറ്റുന്ന രീതിയിലാക്കി എടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇതിനിപ്പോൾ ലേശം വെള്ളം ഒഴിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് വഴണ്ട് മസാലകളെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഇത് ആക്ച്വലി ചിക്കൻ്റെ അകത്ത് വയ്ക്കുന്ന ഫില്ലിങ്ങും ഇതാണ്. നമ്മൾ ചിക്കൻ അല്ലാതെ ഒന്ന് മസാല ഫുൾ ഒന്ന് നിറച്ച് പൊരിച്ചൊക്കെ എടുക്കും കേട്ടോ. അതിനും ഈ ഒരു മസാലയാണ് എടുക്കുന്നത്. ഈ വെള്ളം ഒഴിച്ചത് ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി ഒന്ന് പെരണ്ടൊക്കെ വന്നാൽ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നേരത്തെ വറുക്കാൻ എടുത്ത പോലത്തെ വലിയൊരു ഉരുളി എടുക്കുക കേട്ടോ. വറുക്കാൻ നമ്മളതാണ് എടുത്തത്. അതിന് വീണ്ടും അമ്മ എടുത്ത് വയ്ക്കുകയാണ്. ഇനിയുള്ള പരിപാടികൾ അതിലാണ്. അതിനു മുമ്പേ നമ്മുടെ ചിക്കനകത്ത് ഫില്ലിംഗ് എല്ലാം നിറയ്ക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് നമ്മളിപ്പോൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ മസാല, പിന്നെ ഒരു മുട്ട, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെയൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഉരുളി വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്ന്, കുറച്ച് ഗ്രേവി ഫില്ല് ചെയ്യാനുള്ളത് മാറ്റിയിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും ഇതിനെ തിളപ്പിക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കനകത്തേക്ക് ഫില്ല് ചെയ്യാം. കുറച്ച് ഗ്രേവി വേണം, ഇങ്ങനെ ഗ്രേവിയിൽ വേണം. അപ്പോൾ അതിൽ കുറച്ച് മസാല മാറ്റിയ ശേഷമാണ് കുറച്ച് വെള്ളം നിറയെ ഒഴിച്ച് വലിയ ചരുവത്തിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ ഇനി ചിക്കനകത്ത് നമുക്ക് ഫില്ല് ചെയ്യാം. വെള്ളം തിളയ്ക്കുന്ന സമയം ചിക്കൻ ഫില്ല് ചെയ്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇടും കേട്ടോ. ഈ ഗ്രേവി മിക്സിലേക്ക് ഇടും. അങ്ങനെ ചിക്കനകത്ത് ആദ്യം ഒരു മുട്ട വയ്ക്കും, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും ആ ചിക്കനകത്തേക്ക് വെക്കേ. സത്യമായിട്ടും ഭയങ്കര ടേസ്റ്റുള്ളൊരു ചിക്കനാട്ടോ. അത് കോഴി നിറച്ചൊക്കെ വച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലും ഫില്ലിങ്സ് ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക സ്വാദ് തന്നെ കേട്ടോ. ഇത് ആ ചിക്കൻ്റെ വറുത്തതിൻ്റെ പൊടി അതിൻ്റെ കൂട്ടത്ത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ കുറച്ച് മസാല നമ്മൾ ഫില്ല് ചെയ്യാനും വെക്കണം. കുറച്ച് മസാല ഇതുപോലെ വീണ്ടും വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് ഇങ്ങനെ തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. കോഴിയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഫില്ലിങ്സിൻ്റെ ഇതൊക്കെ കൂട്ടാൻ കേട്ടോ. ഇത് ആദ്യം കുറച്ച് ഫില്ലിങ് വയ്ക്കും, പിന്നെ കുറച്ച് ഒരു മുട്ട, 1-2 മുട്ടയൊക്കെ 3 മുട്ടയൊക്കെ സാധാരണ വയ്ക്കാറുണ്ട്. ഇന്നിപ്പോൾ ആർക്കും മുട്ട കഴിക്കാനുള്ള വയറില്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാഗ്യം ഒരു മുട്ടയെ വെച്ചുള്ളൂ കേട്ടോ. ലേശം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വയ്ക്കുക. വീണ്ടും കുറച്ച് മസാല എല്ലാം ഫില്ല് ചെയ്തിട്ട് അവിടെ അങ്ങ് കെട്ടി ക്ലോസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സ്ഥലം കെട്ടി ക്ലോസ് ചെയ്യുക. ഇന്ന് അമ്മ കെട്ടാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞ് എനിക്കങ്ങ് വയ്യ കെട്ടിക്കൊണ്ട് നിൽക്കാനെന്ന്, ജസ്റ്റ് കാല് മാത്രം കൂട്ടിക്കെട്ടാന്ന് പറഞ്ഞു. സോറി, ആ കോഴിക്കുണ്ടായിരുന്ന മാങ്ങയും കരളും കൂമ്പും ഒക്കെ അതിനകത്ത് വീണ്ടും ഫില്ല് ചെയ്യുകയാണേ. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് കട്ട് ചെയ്ത് കുഞ്ഞായിട്ട് ആ മസാലയുടെ കൂടെ ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. ഇവിടെ പിന്നെ ആർക്കും കരളും കൂമ്പൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതങ്ങ് മുഴുവനെ അങ്ങ് എടുത്ത് കളയാമല്ലോ കയ്യിൽ കിട്ടുമ്പോൾ. അങ്ങനെ അതുകൊണ്ടാണ് അതങ്ങ് മുഴുവനെ വെച്ചത്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വഴറ്റുന്നതിൻ്റെ കൂടെ ഇട്ട് വഴറ്റി അങ്ങ് ഫില്ല് ചെയ്താൽ നല്ലതാണേ.
സത്യം പറഞ്ഞാൽ അമ്മ ഇത് മുന്നേ ഉണ്ടാക്കുമ്പോൾ ഇതിന് വെക്കുന്ന ഫില്ലിങ് സെപ്പറേറ്റ് വഴറ്റിയിട്ട് ഇതിനെ അല്ലാണ്ട് ഇതിൻ്റെ മിക്സ് ചെയ്യുന്ന ആ ഫില്ലിങ് സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അമ്മയ്ക്ക് അതിന് വയ്യാത്തത് കൊണ്ടാണ് രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെക്കുന്ന ആ ഫില്ലിങ് പ്രത്യേകം മാറ്റിയത്. അങ്ങനെ കോഴിക്കകത്ത് നിറയ്ക്കേണ്ട സാധനങ്ങളെല്ലാം നിറച്ച ശേഷം വാഴനാര് കൊണ്ട് കെട്ടി വയ്ക്കുകയാണ്. അത് കെട്ടിയിട്ടൊന്നും ഇരിക്കുന്നില്ല കേട്ടോ. പിന്നെ അമ്മ കാല് മാത്രമേ കെട്ടിയുള്ളൂ. കാലും കയ്യും ഒക്കെ കെട്ടണം. കാലും കയ്യും ആ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഭാഗമൊക്കെ കെട്ടി വയ്ക്കണം. പക്ഷെ എല്ലാം കൂടെ നടക്കുന്നില്ല. പിന്നെ അമ്മ കാല് മാത്രമേ കെട്ടി വെച്ചുള്ളൂ. അങ്ങനെ ഒരുക്കി സുന്ദര കുട്ടപ്പനാക്കിയ ഈ ചിക്കനെ നമ്മൾ ആ തിളച്ചു കൊണ്ടിരിക്കുന്ന ഗ്രേവിയിലേക്ക് ഇടും കേട്ടോ. ഇട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് ഇതിൻ്റെ 4 സൈഡും ഫുൾ ഗ്രേവിയിൽ മിക്സായി നല്ല കുറുകി വരുന്നത് വരെ ഇങ്ങനെ ഇട്ട് തിളപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കും. തിരിച്ചും മറിച്ചുമൊക്കെ ഇടുമ്പോൾ അത് പൊടിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കുക. അങ്ങനെ തന്നെ മുഴുവനായിട്ട് കിട്ടാൻ ശ്രദ്ധിക്കുക. പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് കെയറോട് കൂടി ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ തിളയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക, ഗ്രേവി കോരി അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ചെയ്യണം കേട്ടോ. അപ്പം മറിച്ചിടുമ്പോൾ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല, ഒരാളെ സഹായം കൂടി പിടിക്കുക. കാരണം ഉരുളി ഒരാൾ പിടിക്കുക, 2 തവി കൊണ്ട് മാത്രമേ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞൊക്കെ പോവും. അപ്പോൾ അത് കെയറോടെ ചെയ്യുക. മൂടി വെച്ച് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിട്ടും തിളപ്പിച്ചും വേവിച്ചും ഒക്കെ എടുക്കാനായിട്ട്. കണ്ടോ, അമ്മ ഒറ്റ കൈ കൊണ്ട് രണ്ടും കൂടി ചെയ്യാൻ ഉരുളിയും പിടിച്ച് കോഴിയെ മറിച്ചിടാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് ഞാൻ ഉരുളിയിൽ പിടിച്ചു കൊടുത്തു. അമ്മ 2 സ്പൂൺ കൊണ്ട് അതിനെ മറിച്ചിട്ടു. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് കിട്ടി. വെറുതെ സർക്കസ് കാണിക്കാൻ നിന്നാൽ കോഴിയും നാശമാവും, അത് കിട്ടത്തൂല്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഉപ്പെല്ലാം നോക്കിയപ്പോൾ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഉപ്പെല്ലാം നോക്കിയിട്ട് ഞാൻ ഓടിച്ചെന്ന് കുറച്ച് പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നു. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ഇങ്ങനെ തിളച്ച് കുറുകി വറ്റിയൊക്കെ വരികയാണ്. അവസാനം ഫൈനൽ ഇങ്ങനെ ആക്കി നമ്മൾ എടുക്കുക. ഇങ്ങനെയല്ല, കുറച്ചുകൂടെ തിക്കാക്കി എടുക്കാം കേട്ടോ. നല്ല കുറുക്കി നല്ല റോസ്റ്റാക്കി എടുക്കാം. പക്ഷേ ആ ഉരുളിയിലിട്ടപ്പോൾ അടിയിൽ ഇങ്ങനെ കരിങ്ങി വരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ പിന്നെ മാക്സിമം അതിനെ കുറുക്കിയെടുത്ത് കുറച്ചുകൂടെ കുറുക്കിയെടുത്താൽ നല്ല തിക്കായിട്ടിരിക്കും. പിന്നെ ഗ്രേവി വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. എന്നിട്ടൊരു വാഴയിലെടുത്ത് ആ കോഴി അങ്ങോട്ട് കിടത്തിയ ശേഷം അതിൻ്റെ മുകളിലും സൈഡിലും താഴെയും അവിടെ ഇവിടെയൊക്കെ പറക്കി കുറച്ച് സാലഡ്, കുക്കുംബറും ക്യാരറ്റും സവോളയൊക്കെ ഇങ്ങനെ വട്ടത്തിനൊക്കെ അരിഞ്ഞൊക്കെ വെച്ച് ഒരു ഭംഗി കൂട്ടാം. ഒരു പച്ചമുളകിനെയൊക്കെ ഇങ്ങനെ കീറി വെച്ച് ലേശം മല്ലിയില അതിൻ്റെ മുകളിലേക്ക് വിതറുക. കുറച്ച് സവോള വറുത്തത് കൂടി അതിൻ്റെ മുകളിലേക്ക് ഇടുക കേട്ടോ. മസാല ഷവായിയോട് സാദൃശ്യം തോന്നുന്ന ഒരു സാധനം, പക്ഷെ അതിനെക്കാട്ടി സ്വാദുള്ള ഹോം മെയ്ഡ് ഒരു കോഴി നിറച്ചതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ സംഭവങ്ങളെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ഡീറ്റെയിൽ വീഡിയോ എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഇടുന്നതായിരിക്കും നമ്മുടെ കിച്ചണിൽ വെച്ച് കേട്ടോ. ഇവിടുത്തെ കിച്ചണിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് അതിൻ്റെ പരിമിതികളുണ്ടായിരുന്നു, അത്രേ പറ്റുള്ളൂ. അപ്പോൾ ചിക്കൻ്റെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ചൂട് കേട്ടോ. കൈ കൊണ്ടൊന്നും സർക്കസ് നടക്കുന്നില്ല. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞ് സിസേഴ്സ് എടുത്തിട്ട് വരാം. സാധാരണ ഈ ഷവായിയൊക്കെ അവർ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അമ്മ സിസേഴ്സ് എടുത്തിട്ട് വന്നപ്പം ചീമ പറഞ്ഞു സിസേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. 2 കാല് സുഖമായിട്ട് ഇനി പിന്നെ വന്നു. പക്ഷെ ബാക്കിയൊന്നും കട്ട് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് പാടുപെട്ടു കേട്ടോ. മെയിനായിട്ട് ചൂട് കൂടുതലായിരുന്നു, കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ചൂട് കുറഞ്ഞിരുന്നുവെങ്കിൽ സുഖമായിട്ട് നമുക്കിങ്ങനെ പിന്നിയൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ഇത്രയും ഭംഗിയുള്ള ഈ കോഴീനെ എല്ലാവരും കൂടി പീഡിപ്പിച്ച് കൊന്നു ഗൈസ്. കാരണം അവിടെ നിന്നും ഒക്കെ പിച്ചും പറിച്ചും ഒക്കെ എടുത്ത് അതിനെ ഒരു കോലാക്കിയേ. എല്ലാവരും കൂടി കൈയിട്ട് അതിനെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് അതിനെ കട്ട് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷെ അത് ശരിയായില്ല. പിന്നെ നൈഫൊക്കെ കൊണ്ടുവച്ച് കേക്ക് കട്ട് ചെയ്യും പോലെയൊക്കെ കട്ട് ചെയ്യാൻ നോക്കിയിട്ടൊന്നും ആ എല്ലിൽ കയറി പിടിച്ചിട്ട് അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല കേട്ടോ. അങ്ങനെ ചീമ പറഞ്ഞു വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് കട്ട് ചെയ്യുന്നതിന് പകരം ചിക്കൻ കട്ട് ചെയ്ത് നമ്മൾ ആഘോഷിച്ചു വന്നു. കേക്ക് വാങ്ങാത്തത് മനഃപൂർവ്വം കേട്ടോ. കാരണം ആർക്കും കേക്ക് വേണ്ട, വെറുതെ വാങ്ങിച്ച് കളയണ്ട എന്ന് കരുതിയിട്ടാണ് കേക്ക് വാങ്ങാത്തത്. പിന്നെ ഇന്നാണെങ്കിൽ വയറിലൊരു ശകലം പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. സദ്യ നമ്മൾ കിടത്തി കളഞ്ഞ കേട്ടോ. നല്ല സദ്യയായിരുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഴയിടത്തിൽ പോയി ആ സദ്യ ഒന്ന് കഴിച്ചു നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാം കൊള്ളാവോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ അമ്മ നൈഫ് കൊണ്ടുവച്ചിട്ടുള്ള അംഗപ്പുറപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ഇങ്ങനെയൊക്കെ വലിച്ച് കീറിയൊക്കെ എടുക്കേണ്ടി വന്നു കേട്ടോ. പിന്നെയൊക്കെ 2 പീസ് എനിക്കും വേറെയൊക്കെയുള്ളത് നല്ലത് കിട്ടി. 2 കാല് കിട്ടിയായിരുന്നു. കാലിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അത് നല്ല കറക്റ്റായിട്ട് വന്നു. ബാക്കിയൊക്കെ അത് ഇങ്ങനെ പിന്നെയൊക്കെ എടുത്തു. പക്ഷേ അച്ഛൻ കഴിക്കത്തില്ല കേട്ടോ. അച്ഛൻ ഇപ്പോൾ ചിക്കൻ കഴിക്കില്ല. ചിക്കൻ കഴിക്കാത്ത വെജിറ്റേറിയൻ ആണ്. ഫിഷൊക്കെ കഴിക്കും, ഫിഷും എഗ്ഗും ഒക്കെ കഴിക്കും. ചിക്കൻ മീറ്റ് ഒന്നും കഴിക്കില്ല.
മട്ടൺ ബീഫ് ഇതൊന്നും അച്ഛന് ഇഷ്ടമല്ല, ഇപ്പോൾ അച്ഛൻ കഴിക്കാറില്ല. അതുകൊണ്ട് അച്ഛനിന്ന് വെറും ദോശയും ചമ്മന്തിയും മാത്രമാണ്. ഞങ്ങൾ പൊറോട്ടയും ചിക്കനും കൂടി കഴിക്കുമ്പോൾ അച്ഛൻ ദോശയും ചമ്മന്തിയും ആണ് കഴിക്കുന്നത്. അങ്ങനെ ആ കോഴിയെ ഏകദേശം നമ്മൾ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നിസ്സാരമെന്ന് കരുതും പോലെ അല്ല കേട്ടോ, കുറച്ച് പാടുള്ള പണിയാണ്. എത്ര സമയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചതെന്നോ, പക്ഷേ ചിക്കൻ അനങ്ങുന്നില്ല. ചിലരുടെയൊക്കെ കുക്കിംഗ് വീഡിയോസൊക്കെ കാണുമ്പോൾ കൈ കൊണ്ട് പിച്ചുമ്പോൾ തന്നെ ഇങ്ങനെ ഇറങ്ങി വരും. അതെങ്ങനെയാണെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെ ഇത് മീറ്റെല്ലാം നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ആ എല്ലിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്തെടുക്കാൻ പറ്റാത്തത് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞാൽ വിരലിനെ കൂടി ഇനി മുറിച്ചെടുക്കരുത്, ഇനി അതും കൊണ്ട് പോകാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ അതിനങ്ങ് സെറ്റാക്കി. വീട് മൊത്തം ചിക്കൻ്റെ കറിയും ഗ്രേവിയും തലയും വാലും ഒക്കെ ആയിരുന്നു കേട്ടോ. അത് കട്ട് ചെയ്തപ്പോൾ അവിടെയൊക്കെ തെറിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. മുറിച്ചത് വിട്ടേക്കൂ, കഴിക്കാൻ നല്ല സ്വാദുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ കട്ട് ചെയ്തുകൊണ്ട് എടുത്തിരുന്നെങ്കിൽ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു അതിന് കേട്ടോ. അങ്ങനെ കുറച്ച് പീസും കുറച്ച് ചിക്കൻ്റെ ഗ്രേവിയും എല്ലാം കൂടി എടുത്ത് 2 പൊറോട്ടയും കൂടെ വെച്ച് കഴിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് പൊറോട്ട പൊതുവേ ഇഷ്ടമല്ല. ഇന്നെന്തോ കൊതിയായിട്ടാണ് വാങ്ങിയത്. പക്ഷേ പൊറോട്ട വാങ്ങണ്ടായിരുന്നു, ചപ്പാത്തിയോ ദോശയോ മതിയായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കാൻ പറ്റി. പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇപ്പോഴത്തെ പൊറോട്ടയ്ക്കൊന്നുമില്ല കേട്ടോ. ഒരു ഇതുമില്ല, എന്തോ ഒരു സാധനം ചവറ് പോലെ കഴിക്കുന്നു എന്നേ ഉള്ളൂ. ഇന്ന് കൊതിയായിട്ട് വാങ്ങിച്ചതാണ്, പക്ഷേ ഇന്നും കൊള്ളത്തില്ലായിരുന്നു. കുറേ നാളായി ഞാൻ പൊറോട്ട കഴിച്ചിട്ട്. ചപ്പാത്തിയാണ് ഞാനിപ്പോൾ കൂടുതലും കഴിക്കുന്നത്, അല്ലെങ്കിൽ ദോശ ആയാലും മതിയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ചിക്കൻ സൂപ്പറായിരുന്നു. ചീമയ്ക്ക് ഒരു സാധനങ്ങളും ആര് വെക്കുന്നതും പിടിക്കുന്നില്ല കേട്ടോ, ഇഷ്ടപ്പെടുന്നില്ല. കൊള്ളില്ല. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് സദ്യ അവൾ കഴിച്ചു. ചിക്കൻ അടിപൊളിയെന്ന് പറയുകയും ചെയ്തു കേട്ടോ. ചീമ അടിപൊളിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം നല്ലതായിരിക്കും. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു തന്ന ആ ഒരു റെസിപ്പിയുടെ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിലെ കിച്ചണിൽ നിന്ന് നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ നമുക്കിതുപോലെ കാണാം. പുതിയൊരു നല്ല വീഡിയോ ഇട്ടിട്ട് തന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.